പാട്ടിലൂടെ സ്വയം പാതയൊരുക്കുകയാണ് പാലോട് സ്വദേശി സുമേഷ്. പരിചയപ്പെടണ്ടേ നമുക്ക്? ജീവിതത്തിൽ പ്രതിസന്ധികൾ ഓരോന്നായി വന്നപ്പോഴും കലാകാരന്റെ സ്വരമിടറിയില്ല കേട്ടോ. കാഴ്ച നഷ്ടമായ സുമേഷ് പ്രതിസന്ധികളെ പാടി അങ്ങ് തോൽപ്പിക്കുകയാണ്. തിരുവനന്തപുരം മാനവീയം വീഥിയിലെത്തിയപ്പോഴാണ് സുമേഷിന്റെ ശബ്ദം ആദ്യമായി കേൾക്കുന്നത്. പാട്ടുപാടി തീർത്താൽ സ്വന്തം കാര്യത്തെക്കുറിച്ച് വാചാലനാകും. ഓർമ്മകളോടെ കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ജന്മനാ കാഴ്ചക്കുറവുണ്ടായിരുന്നു. എങ്കിലും പാട്ടുമായി നിരവധി വേദികളിൽ സജീവമായിരുന്നു. അവിചാരിതമായിട്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എത്തിയത്. ഗാനമേള പരിപാടിയിലൊക്കെ പോരുന്നു. 2013 ആ സമയത്താണ് ഈ സ്റ്റോക്ക് വന്ന് പിന്നെ സുഖമില്ലാതെ വീട്ടിലിരുന്നത്. പിന്നെ ഒരു വർഷം അങ്ങനെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അടുത്ത വർഷം ആകുമ്പോൾ പിന്നെ വീണ്ടും അങ്ങനെ ലോട്ടറി കച്ചവടം അങ്ങനെ ഇറങ്ങിയതാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാട്ടല്ലാതെ മറ്റൊന്നും മനസ്സിൽ വന്നില്ല. തിരുവനന്തപുരം വാനവീയമത്തിലാണ് ഞാൻ പാടുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഒരു ലോൺ എടുത്തൊരു ബോക്സ് മേടിച്ച് മാസം അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിന ഞാൻ സ്വന്തമാക്കി നിൻ. സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് സുമേഷ് വീണ്ടും പാട്ട് തുടരുന്നത്. സംഘടനകളോ വ്യക്തികളോ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കണമെന്നാണ് കലാകാരന്റെ ആഗ്രഹം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.